ഞാൻ വെള്ളം ഡിപ്പോയിൽ 7 മാസമായിട്ട് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാനിന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോലുള്ള തിരുവണ്ണാമണിക്ക് പോയി ഓടാൻ കരുതി 5:20 സർവീസിനായി വന്നപ്പോൾ ബ്രീത്ത് അനുസരിച്ച് 10 കാണിച്ചു. അതിനാൽ എന്നെ ഡ്യൂട്ടിക്ക് അയക്കുന്നില്ല. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ജലദോഷമായതുകൊണ്ട് ഗ്രാമ്പൂട്ട വെള്ളമിട്ട് കുടിച്ചുകൊണ്ടാണ് വന്നത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ചക്കപ്പഴം കഴിച്ചതിന് മദ്യപിച്ചു എന്ന ബ്രത്ത് അനലൈസർ പരിശോധനാ ഫലം നൽകിയതാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ്. ഈ ബ്രത്ത് അനലൈസർ പരിശോധന വലിയ തമാശയായി മാറുന്നു എന്ന് തന്നെയാണ്. ഈ ബ്രത്ത് അനലൈസറിൽ ഉൾപ്പെടെ വലിയ അഴിമതിയുണ്ട് എന്നൊക്കെ തന്നെ പ്രതിപക്ഷം ആരോപിക്കുമ്പോഴാണ് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി മാറുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവായി മാറുന്നു, പിന്നീട് നെഗറ്റീവായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ രാവിലെ 5:30 കൂടിയാണ് വെള്ളറട KSRTC ഡിപ്പോയിൽ മലയൻകീഴ് സ്വദേശിയായിട്ടുള്ള സുനി ജോലിക്കെത്തിയത്. അപ്പോഴേക്കും ബ്രത്ത് അനലൈസർ പരിശോധന നടത്തി. അതിൽ 10% കാണിച്ചു. ഈ പോലീസിന്റെ പരിശോധനയിലാണെങ്കിൽ അത് 30%വും KSRTC 1% കാണിച്ചാലും അത് ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തുമെന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ ഇന്നുവരെ താൻ മദ്യപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളല്ല എന്നുള്ളതാണ്. ജലദോഷമായതിനാൽ ഗ്രാമ്പു ഇട്ട വെള്ളം കുടിച്ചു എന്നുള്ളതാണ്. അതായിരിക്കാം എന്നുള്ളൊരു സംശയം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. തുടർന്ന് INTUC യൂണിയൻ പ്രവർത്തകരാണ് അവരോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ ബ്രത്ത് അനലൈസറിൽ പരിശോധന നടത്തിയപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയത്.